ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൃപയുടെ അടുത്ത് ഇരുന്നു കൊണ്ട് കൺമണിയെ വിളിക്കുകയാണ്. ഫോണ് സ്പീക്കറിൽ ഇട്ടുകൊണ്ടാണ് കൃഷി സംസാരിക്കുന്നത്. കൃഷി കൺമണിയോട് പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനുണ്ട് നിൻ്റെ കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കൺമണി കൃപയോട് പറയുകയാണ്, മോള് പേടിക്കണ്ട, മോളുടെ ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ഞാൻ ഈ വിഘ്നേശ്വരൻ്റെ അടുത്ത് എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, പൂജ ചെയ്യുന്നുണ്ട്. മോളെ പോലെ ഒരു നല്ല കുട്ടിയെ ഈശ്വരൻ എന്തായാലും കൈവിടില്ലെന്ന് കൺമണി പറയുന്നു. ഇത് കേൾക്കുന്ന കൃഷി പറയണ താങ്ക് യു കൺമണി എന്ന്. അപ്പോൾ കൺമണി പറയണ കൺമണിയല്ല കൃഷ്ണാമണി എന്ന്. ഇത് കേൾക്കുന്ന കൃഷി അതെന്താ അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുകയാണ്, ഗോകുലിനോട് ഞാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, അവൻ അതിനൊരു ഡെഫിനിഷൻ പറഞ്ഞു, അതാണ് കൃഷ് പ്ലസ് കൺമണി കൃഷ്ണാമണി എന്ന്. ഇത് കേൾക്കുന്ന കൃഷിനും കൃപയ്ക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. കൃഷി പറയുകയാണ്, കൊള്ളാലോ, ഇത് നന്നായിട്ടുണ്ടല്ലോ ഈ പേര് എന്ന് പറയുകയാണ്. കൃപയും പറയുകയാണ് കൃഷ്ണമണി എന്ന്. കൃഷിന് അപ്പോൾ വളരെ സന്തോഷമാവാണ്. കൃഷി കൺമണിയോട് പറയുകയാണ്, കൺമണി കൃപമോളാണ് ഇപ്പോൾ കൃഷ്ണമണി എന്ന് പറഞ്ഞത്. കൃപമോളെ ഒന്നുകൂടി പറയൂ, ഏട്ടന് അത് വ്യക്തമായിട്ട് ഒന്നുകൂടി കേൾക്കാനാണ്. കൃഷ്ണമണി എന്ന് ഒന്നുകൂടി പറയൂ എന്ന് ചോദിക്കുമ്പോൾ കൃപമോള് പറയുകയാണ് കൃഷ്ണമണി എന്ന്. ഇത് കേൾക്കുന്ന കൃഷിനും കൺമണിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് കൃപമോളോട് കൺമണി പറയുകയാണ്, താങ്ക് യു മോളെ ഉമ്മ എന്ന് പറയുന്നു. അതിനുശേഷം കൃഷി കൺമണിയോട് പറയുകയാണ്, നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും ഇനി കൺമണിയെ കൃഷ്ണമണി എന്ന് വിളിക്കൂ എന്ന് പറയുമ്പോഴാണ് കൺമണിയുടെ ഏട്ടത്തി വന്നിട്ട് വിളിക്കുന്നത്. കൺമണി എന്നിട്ട് കൃഷ്ണനോട് പറയണ, സാർ എന്നെ ഏട്ടത്തി വിളിക്കുന്നുണ്ട്, ഞാൻ ഫോണ് വെക്കുകയാണ്, കൃപമോളെ ശുഭയാത്ര എന്നും പറഞ്ഞുകൊണ്ട് കൺമണി ഫോണ് കട്ട് ചെയ്തിട്ട് റൂമിൻ്റെ വാതിൽ പോയി തുറക്കുകയാണ്. അപ്പോൾ ധനലക്ഷ്മി ആയിരിക്കും. ധനലക്ഷ്മിയുടെ അടുത്ത് തന്നെ വരുണൻ നിൽക്കുന്നുണ്ടാവും. വരുണിനെ കണ്ടിട്ട് കൺമണിക്ക് ദേഷ്യവും പേടിയും എല്ലാം തോന്നുന്നുണ്ട്. അതിനുശേഷം ധനലക്ഷ്മി കൺമണിയോട് പറയുകയാണ്, കൺമണി നിന്നെ ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കല്യാണ തീയതി തീരുമാനിച്ചു, വരുന്ന തിങ്കളാഴ്ചയാണ് കല്യാണം എന്ന് ധനലക്ഷ്മി പറയുകയാണ്. ഇത് കേൾക്കുന്ന കൺമണിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. പിന്നീട് ധനലക്ഷ്മി പറയുകയാണ്, തിങ്കളാഴ്ച കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, നിങ്ങൾ നന്നായി ജീവിക്കണം, അതേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. ഞാൻ ഇനി സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നില്ല, നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ധനലക്ഷ്മി പോവുകയാണ്. അതിനുശേഷം വരുണ കൺമണിയോട് പറയുകയാണ്, കല്യാണ തീയതി തീരുമാനിച്ചപ്പോൾ എനിക്ക് കൺമണിയെ കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് മനോജേട്ടൻ്റെയും ഏട്ടത്തിയുടെ കൂടെ ഞാനിങ്ങ് പോന്നത്. കൺമണി അലികയിൽ രാജിവെച്ചു എന്ന് ഏട്ടത്തി പറഞ്ഞിരുന്നു. രാജിവെച്ചത് എന്തായാലും നന്നായി, ഇനി അവിടെ ജോലിക്ക് പോവണ്ട. കൺമണിക്ക് വേണമെങ്കിൽ അലിക പോലൊരു സ്ഥാപനം ഞാൻ കൺമണിക്ക് വെച്ചു തരാം. ഒരു കൃഷി വന്നിരിക്കുന്നു, അവൻ കൃഷിയല്ല ക്രിമിയാണ്, ക്രിമി. എൻ്റെ ആഗ്രഹം എന്തെന്ന് വെച്ചാൽ കൺമണി എൻ്റെ കുട്ടികളെ നോക്കി എൻ്റെ വീട്ടുകാര്യങ്ങളും നോക്കി ആ വീടിൻ്റെ കാരണവത്തിയായിട്ട് ഇരിക്കണമെന്നാണ്. കൺമണിക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ വാങ്ങിച്ചു കൊടുന്ന് തരാം, പൊന്നും പട്ടും പണവും എന്തോ ആയിക്കോട്ടെ, കൺമണി അതെല്ലാം അണിഞ്ഞും ആസ്വദിച്ചും കഴിഞ്ഞാൽ മതി എന്ന് വരുൺ പറയുമ്പോൾ കൺമണി പറയാണ്, എനിക്ക് വരുണിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ വരുൺ പറയാണ്, അത് പറയണ്ടേ, വാ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ കൺമണി ദേഷ്യത്തോടെ പറയുകയാണ്, ഇപ്പോൾ അല്ല സംസാരിക്കാനുള്ളത്, എൻ്റെ മുറിയിലുമല്ല, സമയവും സ്ഥലവും ഞാൻ നാളെ പറയാമെന്ന് പറഞ്ഞിട്ട് കൺമണി ദേഷ്യത്തോടെ റൂമിൻ്റെ വാതിൽ കൊട്ടിയടക്കുകയാണ്. ഇത് കാണുന്ന വരുണിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. പിന്നീട് ധനലക്ഷ്മിയോട് ശ്രീനിവാസൻ ചോദിക്കുകയാണ്, എന്താ തിങ്കളാഴ്ച കൺമണിയുടെയും വരുണിൻ്റെയും കല്യാണമാണെന്നോ എന്ന് ശ്രീനിവാസൻ ചോദിക്കുമ്പോൾ ധനലക്ഷ്മി പറയണേ, എന്തേ കല്യാണം ചൊവ്വാഴ്ചത്തേക്ക് ആക്കണോ? തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് മുഹൂർത്തം, അന്നേ ദിവസം കൺമണിയും വരുണും എന്തായാലും കല്യാണം കഴിച്ചിരിക്കും എന്ന് പറയുമ്പോൾ ശ്രീനിവാസൻ പറയുകയാണ്, ലക്ഷ്മി ഒന്നുകൂടി ആലോചിച്ചിട്ട് തീരുമാനിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ധനലക്ഷ്മി പറയുകയാണ്, ഒന്നുകൂടിയല്ല രണ്ടാമത് കൂടി ഒന്ന് ആലോചിക്കാം, വരുണിൻ്റെ സകല സൗഭാഗ്യങ്ങളും കൈപ്പറ്റി പൊന്നും പണവും എല്ലാം ഇപ്പൊ പാലം കടന്നപ്പോ കൂരായണ അല്ലേ, അതിന് ധനലക്ഷ്മിയെ കിട്ടിയില്ല. ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവളാണ് ഈ ധനലക്ഷ്മി, അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം എനിക്കില്ല. ഇതേ വരുണിന്റെ അച്ഛൻ മനോജേട്ടന് ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട് ദുബായിൽ, ചിലപ്പോൾ കല്യാണത്തിന് മുന്നേ തന്നെ മനോജേട്ടൻ പോവും.
വെറുതെ ഞങ്ങളുടെ ജീവിതം കൂടി വഴിമുട്ടിക്കരുത്. പിന്നെ മറക്കണ്ട, തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് മുഹൂർത്തം എന്ന് പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മി പോവുകയാണ്. ഇതോടെ ശ്രീനിവാസിൻ്റെ സകല സമാധാനവും പോവുകയാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ശ്രീനിവാസൻ. അതിനുശേഷം ധനലക്ഷ്മി അമ്മായിമാരെ പോയി കാണുകയാണ്. എന്നിട്ട് അമ്മായിമാരോട് പറയുകയാണ്, തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് മുഹൂർത്തം. എല്ലാ കാര്യങ്ങളും വരുണിൻ്റെ വീട്ടുകാരും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മായിമാർക്കുള്ള ഡ്രസ്സും വരുൺ എടുത്തു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് ഈ മംഗളകർമ്മം ഗംഭീരമായി നടത്തണം. കല്യാണം കഴിഞ്ഞാൽ അമ്മായിമാർക്ക് ഞാൻ 10,000 രൂപ വെച്ച് തരാം എന്ന് ധനലക്ഷ്മി പറയുമ്പോൾ അമ്മായിമാർ ധനലക്ഷ്മിയോട് ചോദിക്കുകയാണ്, നീ എന്താ ഇപ്പോൾ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത്? 10 പവൻ വെച്ച് തരാമെന്നല്ലേ ഞങ്ങളോട് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയുകയാണ്, 10 പവനൊന്നും തരാൻ പറ്റില്ല. ഇപ്പോൾ 1 പവൻ്റെ വില തന്നെ ഞെട്ടിക്കുന്നതാണ്. 3 പേർക്ക് കൂടി 30 പവൻ. 30 പവനിൽ 30 രൂപയുടെ പണി പോലും നിങ്ങൾ ചെയ്യുന്നില്ല. എന്നാലും ശരി, നിങ്ങൾക്ക് ഒരു വിശേഷം നടക്കുകയല്ലേ, എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ 10,000 രൂപയെങ്കിലും തരാമെന്ന് വെച്ചത്. അത് നിങ്ങൾ സന്തോഷത്തോടെ വാങ്ങിച്ചോളണം എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന അമ്മായിമാർ പറയുകയാണ്, കാര്യങ്ങളെല്ലാം കരക്കെടുത്തപ്പോൾ നീ നിന്റെ തനി സ്വരൂപം കാണിച്ചല്ലേ, അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം ഒന്ന് നടക്കുന്നത് ഞങ്ങൾക്ക് കാണണം എന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയുകയാണ്, കാണാനൊന്നുമില്ല, കല്യാണത്തിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളാണ് ഈ കാണുന്നതെല്ലാം. വരുണിൻ്റെ കൺട്രോളിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതിൽ എനിക്ക് പോലും റോളില്ല. കല്യാണം എന്തായാലും നടക്കുമെന്ന് പറഞ്ഞിട്ട് ധനലക്ഷ്മി പോവുകയാണ്. അതിനുശേഷം അമ്മായിമാർ പരസ്പരം സംസാരിക്കുകയാണ്, ഈ കല്യാണം അങ്ങനെ നടക്കരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് യുക്തമായി തീരുമാനിച്ചിട്ട് നടപടി എടുക്കാമെന്ന് പറയുകയാണ്. അതിനുശേഷം കൺമണി ഓഫീസിലേക്ക് പോവാൻ ഒരുങ്ങുകയാണ്. കൺമണി സിന്ദൂര ചിപ്പെടുത്ത് തുറന്നു നോക്കിക്കൊണ്ട് തലേ ദിവസം കൃഷ് കൺമണിയുടെ നെറ്റിയിൽ സിന്ദൂരം വെച്ചു കൊടുത്തത് ഓർത്തുകൊണ്ട് ചിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ഗൂഗിളെ കൃഷ്ണമണി എന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. ഇത് കേൾക്കുന്ന കൺമണി ഗൂഗിളിൻ്റെ ചെവിയിൽ പിടിച്ചിട്ട് ഡാ നീ എന്നെ കളിയാക്കാൻ നോക്കരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഗൂഗിള് കൺമണിയോട് ചോദിക്കുകയാണ്, എന്താണ് അതിരിക്കട്ടെ, ഇന്നലെ അച്ഛനും അമ്മയും കൂടിയിട്ട് വരുണേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് കല്യാണ തീയതി കുറിച്ചിട്ടാണോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയണ, അതേ, കല്യാണ തീയതി തീരുമാനിച്ചു, ഈ വരുന്ന തിങ്കളാഴ്ചയാണ് കല്യാണം, രാവിലെ 10 മണിക്കാണ് മുഹൂർത്തം, സദ്യയൊക്കെ ബഹുകേമമാണ്, 4 കൂട്ടം പായസമുണ്ട്, അതെല്ലാം വന്ന് നീ കഴിക്കണം എന്ന് കൺമണി പറയുമ്പോൾ ഗൂഗിള് കളിയാക്കാതെ കാര്യം പറ അപ്പ എന്ന് പറയുമ്പോൾ കൺമണി പറയണ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാടാ, തിങ്കളാഴ്ചയാണ് കല്യാണം, മനോജേട്ടനും ഏട്ടത്തെയും കൂടി പോയി കല്യാണ തീയതി എല്ലാം തീരുമാനിച്ചിട്ട് വന്നു, കൂടെ നമ്മുടെ കഥാനായകനും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഗൂഗിള് പറയണ, കഥാനായകനോ അതാരാ ചോദിക്കുമ്പോൾ കൺമണി പറയാണ്, എടാ വരുണും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഗൂഗിള് പറയാണ്, അത് കഥാനായകനല്ലല്ലോ, കൃഷ് സാറല്ലേ കഥാനായകൻ, വരുൺ ചേട്ടൻ വെറും വില്ലൻ അല്ലെങ്കിൽ ചില സമയത്ത് കൊമേഡിയൻ ആണെന്ന് ഗൂഗിള് പറയുന്നു. പിന്നീട് ഗൂഗിള് കൺമണിയോട് ചോദിക്കുകയാണ്, എന്നിട്ട് അപ്പ എന്തോ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുകയാണ്, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഇന്നെല്ലാം പറയും, വരുണിനെ ഇന്ന് നേരിട്ട് കാണണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഗൂഗിള് പറയാണ്, ശരിയാ, ഇന്നെല്ലാം പറയണം, അത് പറഞ്ഞിട്ട് അപ്പ വന്നാൽ മതി. പിന്നെ ആ സൈക്കോ വരുണിനെ കാണാൻ പോകുമ്പോൾ അപ്പോൾ കൃഷ് സാറിനെ കൂടി വിളിച്ചു എന്ന് പറയുകയാണ്. അപ്പോഴാണ് കൺമണിയുടെ ഫോണിലേക്ക് കൃഷി വിളിക്കുന്നത്. ഫോൺ എടുത്ത ഉടനെ തന്നെ കൺമണി ഹലോ സാർ എന്ന് പറയുമ്പോൾ കൃഷ് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. കൺമണി ഓഫീസിലേക്ക് പുറപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയണേ, ഇല്ല സാർ, ഇതാ ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണെന്ന് പറയുമ്പോൾ കൃഷ് പറയാണ്, എന്നാൽ വേഗം തന്നെ ഇറങ്ങിക്കോ, വൈകിക്കണ്ട, സർപ്രൈസ് കാത്തിരിപ്പുണ്ട് എന്ന് പറയുന്നു. കൺമണിയാണെങ്കിൽ എന്താ സാർ സർപ്രൈസ് എന്ന് ചോദിക്കുമ്പോൾ കൃഷ് പറയുകയാണ്, അതെല്ലാം വഴിയെ മനസ്സിലായിക്കോളും, നീ ഇറങ്ങിക്കോ, നമുക്ക് നേരിട്ട് കാണാമെന്ന് പറയുന്നു. ഫോൺ കട്ട് ചെയ്തതിന് ശേഷം കൺമണി ഗൂഗിളിനോട് കൃഷി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഓഫീസിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോഴാണ് ധനലക്ഷ്മി ചായ കുടിച്ചുകൊണ്ട് ഉമ്മറത്തിരിക്കുമ്പോഴാണ് ഒരു കാറ് വരുന്നത്. കാറിൽ നിന്നും ഡ്രൈവർ ഇറങ്ങി വന്നുകൊണ്ട് ധനലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, കൺമണി മാഡം അല്ലേ എന്ന് ചോദിക്കുമ്പോൾ കൺമണി മാഡം അല്ല, കൺമണിയാണ് അവളെന്ന് പറയുന്നു. ധനലക്ഷ്മി ആ ഡ്രൈവറിനോട് ചോദിക്കുകയാണ്, എന്താ കൺമണിക്ക് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ ഡ്രൈവർ പറയുകയാണ്, ഇന്നു മുതൽ കൺമണി മാഡത്തിന് ഓഫീസ് കാർ അനുവദിച്ചിരിക്കുകയാണ്, കൺമണി മാഡത്തെ വിളിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ അവിടേക്ക് അമ്മായിമാർ വരുന്നത്.
അമ്മായിമാരെ കാണുന്നതോടെ ആ ഡ്രൈവർ പറയാണ്, സുലോചന ചേച്ചി കൺമണി മാഡത്തെ ഒന്ന് വിളിക്കുമോ, കൺമണി മാഡത്തിനെ കൊണ്ടുപോകാൻ കാറ് വന്നിട്ടുണ്ട് എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന അമ്മായിമാർ കൺമണിയെ വിളിക്കുകയാണ്. അപ്പോഴേക്കും കൺമണി പുറത്തേക്ക് വരുന്നു. കൺമണിയോട് ഡ്രൈവർ പറയാണ്, കൺമണി മാഡം ഇന്നു മുതൽ കൺമണി മാഡത്തെ പിക്ക് ചെയ്യാനും ഡ്രോപ്പ് ചെയ്യാനും അലിഗയിൽ നിന്നും ഓഫീസ് കാർ ഉണ്ട്, ക്രിസ് സാറിൻ്റെ പ്രത്യേക ഓർഡറാണ് എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന കൺമണിക്കും ഗോകുലിനും ശ്രീനിവാസനും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം ഗോകുല് കൺമണിയോട് പറയുകയാണ്, ഇതാണ് സാറ് പറഞ്ഞ സർപ്രൈസ് എന്ന് തോന്നുന്നു, ഇതുകൊണ്ടൊന്നും തീരുന്നും തോന്നുന്നില്ല, അപ്പം എന്തായാലും പോയിട്ട് വാ എന്ന് ഗോകുല് കൺമണിയോട് പറയുകയാണ്. കൺമണി വണ്ടിയിലേക്ക് കയറാൻ പോകുമ്പോഴാണ് ധനലക്ഷ്മി, നീ അപ്പോൾ അലിഗയിലെ ജോലി രാജിവെച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയണേ, ഇല്ല രാജിവെച്ചില്ല, എൻ്റെ രാജിയോട്ട് അവർ സ്വീകരിച്ചതുമില്ല, ഞാനിനി രാജിവെക്കുന്നുമില്ല, എൻ്റെ രാജിക്കത്ത് സാറ് കീറി കളഞ്ഞു, എന്നെ ആവശ്യമുള്ളവിടെ ഞാനിന്ന് നിൽക്കാൻ തീരുമാനിച്ചു എന്ന് പറയുകയാണ് കൺമണി. അപ്പോൾ ധനലക്ഷ്മി പറയുകയാണ്, നിന്റെ കല്യാണം തീരുമാനിച്ചതല്ലേ, രാജിവെക്കണമെന്ന് പറഞ്ഞതല്ലേ, എല്ലാം കഴിഞ്ഞപ്പോൾ കാലു മാറുന്നോടി എന്ന് പറഞ്ഞിട്ട് ധനലക്ഷ്മി കൺമണിയെ തല്ലാൻ വേണ്ടി പോകുമ്പോൾ കൺമണി ധനലക്ഷ്മിയുടെ കൈ പിടിക്കുന്നു. എന്നിട്ട് കൺമണി ധനലക്ഷ്മിയോട് പറയാണ്, ഇനി എൻ്റെ ദേഹത്ത് തൊട്ടാ എൻ്റെ കൈയിൻ്റെ ചൂടെന്താന്ന് നിങ്ങൾ അറിയും എന്ന് പറഞ്ഞിട്ട് കൺമണി കാറിലേക്ക് കയറാൻ പോവുകയാണ്. ഇത് കാണുന്ന അമ്മായിമാർ സന്തോഷിച്ച് ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഇപ്പോഴാണ് ഇവള് ശരിക്കും ക്രിസ് സാറിൻ്റെ പെണ്ണായത് എന്ന് പറയുന്നു. അതിനുശേഷം കാറിലിരിക്കുന്ന കൺമണിയെ കൃഷി വിളിക്കുകയാണ്. എങ്ങനെയുണ്ട് കൺമണി എൻ്റെ സർപ്രൈസ് എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുകയാണ്, സാർ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന കൃഷി പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ കൺമണി, മേ ഹൂനാ, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അപ്പോൾ ശരി, നീ നേരെ ഓഫീസിലേക്ക് പോയിക്കോ, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി ഫോണ് കട്ട് ചെയ്യുന്നു. അതിനുശേഷം അമ്മായിമാർ പോയിട്ട് ധനലക്ഷ്മിയോട് കൺമണി പോയതിനെ കുറിച്ച് സംസാരിച്ച് കളിയാക്കുകയാണ്. ഇത് കേൾക്കുന്ന ധനലക്ഷ്മി ഇഷ്ടപ്പെട്ടുകൊണ്ട് അമ്മായിമാരോട് പറയുകയാണ്, അവളുടെ ജോലി എന്തായാലും നിർത്തേണ്ടി വരും, തിങ്കളാഴ്ച അവളുടെ കല്യാണമാണ്, അത് കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യും, ഇനിയിപ്പോൾ കല്യാണം നടന്നില്ലെങ്കിലും എന്താ സംഭവിക്കാന്ന് നിങ്ങളുടെ ആങ്ങളയ്ക്ക് അറിയാം, പോയി ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മി ഉള്ളിലേക്ക് പോവുകയാണ്. അതിനുശേഷം അമ്മായിമാർ ശ്രീനിവാസനോട് പോയിട്ട് എന്താ സംഭവം ഏട്ടാ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ശ്രീനിവാസൻ കഴിഞ്ഞുപോയ സംഭവങ്ങളെല്ലാം പറയുകയാണ്. എല്ലാ പേപ്പറിലും ശ്രീനിവാസൻ സൈൻ ചെയ്തു കൊടുത്തതും സൈൻ ചെയ്ത ഒരു പേപ്പറിൽ വീട് വരുണിൻ്റെ പേരിൽ എഴുതി കൊടുത്തിരിക്കുകയാണ് ശ്രീനിവാസൻ എന്ന കാര്യം അമ്മായിമാരോട് പറയുന്നു. അതിനുശേഷം കൃഷ് റൂമിൽ നിന്നും റെഡിയായി താഴേക്ക് വരികയാണ്. അപ്പോൾ അവിടെ സുജാതയും സാഗറും നിൽക്കുന്നുണ്ടാവും. കൃഷാണെങ്കിൽ സന്തോഷത്തോടെ പാട്ടെല്ലാം പാടിയിട്ടാണ് താഴേക്ക് വരുന്നത്. അപ്പോൾ സാഗറും സുജാതയും കൃഷിനെ കളിയാക്കുന്നുണ്ട്, നീ ഇതെന്താ ഇന്ന് പതിവില്ലാതെ പാട്ടൊക്കെ പാടിയിട്ട് വരുന്നത് എന്ന് ചോദിക്കുന്നു. മനസ്സിലായി, ഇനി കുറച്ച് ദിവസം ഞങ്ങളിവിടെ ഉണ്ടാവില്ലല്ലോ, അപ്പോൾ പിന്നെ നിനക്ക് ഫ്രീഡം കിട്ടിയല്ലോ, അതിൻ്റെ എല്ലാം തുടക്കമായിരിക്കും ഇതല്ലേ എന്ന് സാഗർ കൃഷിനോട് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷി പറയുകയാണ്, അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറയുന്നു. സുജാത അപ്പോൾ പറയുകയാണ്, നീ എന്താ ഇന്ന് പുറത്ത് പോവുകയാണോ, എന്താ ഞങ്ങളിന്ന് പോവുമല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് നീ വീട്ടിൽ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ, ഇന്നിത് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുകയാണ്, എനിക്ക് കുറച്ച് വർക്കുണ്ട് ഓഫീസിൽ, അത് കഴിഞ്ഞാൽ ഉടനെ ഞാൻ വരാമെന്ന് പറയുന്നു. അപ്പോൾ സുജാത പറയണേ, ശരി ശരി നീ പോയിട്ട് വാ എന്ന് പറയുകയാണ്. അല്ല, നീ സാധാരണ ഓഫീസിലേക്ക് പോകുമ്പോൾ ധൃതി പിടിച്ചിട്ട് പോവാറാണല്ലോ പതിവ്, ഇന്നിതെന്താ പാട്ടെല്ലാം പാടിയിട്ട് പോണു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷി പറയുകയാണ്, ജീവിതമല്ലേ, അപ്പോൾ കുറച്ച് പാട്ടും ചിരിയൊക്കെ വേണമല്ലോ എന്ന് പറയുന്നു. അപ്പോൾ സാഗർ ചോദിക്കുകയാണ്, നീ എന്തോ ഞങ്ങളോട് പ്രധാനപ്പെട്ട ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിനാണോ നീ ഇപ്പോൾ പോകുന്നത് എന്ന് സാഗർ ചോദിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടാണ് ആൻറ്റിയമ്മ വരുന്നത്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീണ്ടും കാണാം, ബൈ.